നമസ്കാരം. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ എടുത്ത് പെട്ടുപോയ ഒരുപാട് പേരുണ്ട് അല്ലെ, നമുക്കറിയാം. പക്ഷെ മാർക്കറ്റിൽ നല്ല വണ്ടികളുമുണ്ട്, നല്ല ബ്രാൻഡഡ് വണ്ടികളുണ്ട്. പക്ഷെ അതില് നല്ല വണ്ടി ഏത്, മോശം വണ്ടി ഏത്, ഇത് കൃത്യമായി മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വണ്ടി സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോ വണ്ടിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരോടായാലും ഏജൻസിയിൽ ജോലി ചെയ്യുന്നവരോടായാലും അവരോട് നമ്മൾ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ 95% ആൾക്കാരും വണ്ടിയുടെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും നമ്മളോട് പറയുക. ശരിയല്ലേ? ഇനിയിപ്പോ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം ഈ വണ്ടിയുടെ റിവ്യൂസ് നോക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗവും പെയ്ഡ് റിവ്യൂ ആയിരിക്കും. അവരൊരിക്കലും വണ്ടിയുടെ പോരായ്മകൾ നമ്മളോട് പറയില്ല. അത് തീർച്ചയാണ്. കാരണം നല്ല രീതിയിൽ അവർ കാശ് വാങ്ങിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഒരുപാട് കാലമായിട്ട് വണ്ടി ഉപയോഗിക്കുന്നവരോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത് നമ്മൾ ഒരാളോടൊന്നും ചോദിച്ചാൽ പോരാ കേട്ടോ. ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് ചോദിക്കണം. ഒരു 5-6 ആളോടെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചോദിക്കണം. പക്ഷെ അതിനൊന്നും അങ്ങനെ അധികം ആരും ശ്രമിക്കാറില്ല എന്നതാണ് സത്യം. പിന്നെ നിങ്ങൾ ഒരിക്കലും പുതിയ വണ്ടി വാങ്ങിയ കസ്റ്റമേഴ്സിനോട് അഭിപ്രായം ചോദിക്കരുത്. ആദ്യത്തെ കുറച്ച് മാസം അത് ഏത് വണ്ടിയായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ആ വണ്ടിയെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട്. ഒരുപക്ഷെ നിഷ്പക്ഷമായി വീഡിയോ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഏത് വണ്ടി എടുക്കണം എന്ന് ചോദിച്ചിട്ടാണ് പലരും എന്നെ വിളിക്കാറുള്ളത്. ആദ്യം തന്നെ ഞാൻ അവരോട് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് 2-3 കാര്യങ്ങളാണ്. ഡെയിലി എത്ര കിലോമീറ്റർ ഓട്ടമുണ്ട്, അതായത് ഏവറേജ്. വലിയ കയറ്റങ്ങളുള്ള പരിസരത്താണോ താമസിക്കുന്നത്, പിന്നെ ബഡ്ജറ്റ് എത്രയാണ്. ഇതിനെല്ലാം അനുസരിച്ചാണ് ഞാൻ അവർക്ക് വണ്ടികൾ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. കയറ്റങ്ങളുള്ള സ്ഥലത്താണോ താമസം എന്ന് ഞാൻ ചോദിച്ച സമയത്ത് പലരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് പോലും കയറ്റം കയറാൻ ബുദ്ധിമുട്ടുള്ള വണ്ടികൾ ഉണ്ടാവുമോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ട്, അതും ബ്രാൻഡഡ് വണ്ടികൾ തന്നെ. അതിലേക്ക് നമുക്ക് വരാം. ഞാൻ ഈ വീഡിയോ സത്യം പറയുകയാണെങ്കിൽ 2 ദിവസം മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ജലദോഷം പനിയെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ കിടപ്പിലാണ്. ഇപ്പോഴും ശരിയായിട്ടില്ല. ഓക്കെ, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഏതൊക്കെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നമുക്ക് വിശ്വസിച്ചെടുക്കാം, അതുപോലെ തന്നെ ഏതൊക്കെ വണ്ടികൾ നമുക്ക് എടുത്താൽ പണി കിട്ടും എന്ന കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ. എല്ലാ ബ്രാൻഡഡ് വണ്ടികൾക്കും ആ വണ്ടി ഉപയോഗിക്കുന്നവരുടെ വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഭൂരിഭാഗം കസ്റ്റമേഴ്സും അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടുമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് വണ്ടികളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്തരം ഗ്രൂപ്പുകൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട്. മാത്രമല്ല EVയുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കുന്നവരോട് ഞാൻ അവരുടെ വണ്ടികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാറുമുണ്ട്. എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും. അങ്ങനെ ഗ്രൂപ്പുകളിൽ നിന്നും കസ്റ്റമേഴ്സിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇവിടെ പങ്കുവെക്കാൻ പോകുന്നത്. നമുക്കറിയാം, നിലവിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്തുന്നത് TVS ആണ്. ഇവർക്ക് 2 മോഡൽ വണ്ടികളാണ് ഉള്ളത്. നമുക്കറിയാം, iQube ഓർബിറ്ററും. iQube ഞാൻ പണ്ട് മുതലേ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ആവശ്യത്തിനുള്ള പവറും വേരിയന്റുകൾ അനുസരിച്ച് 80 കിലോമീറ്റർ മുതൽ 150+ കിലോമീറ്റർ വരെ റേഞ്ച് നമുക്ക് ലഭിക്കും. ട്രൂ റേഞ്ച് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നല്ല സർവീസും ഇവർ കൊടുക്കുന്നുണ്ട്. ഹബ് മോട്ടോർ കംപ്ലൈന്റ് ആവുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വാറന്റി പീരീഡിൽ തന്നെ ബാറ്ററി മാറ്റുന്ന കേസുകളെ കുറിച്ചും iQubeന്റെ കസ്റ്റമേഴ്സ് ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യാറുണ്ടെങ്കിലും അതിനൊക്കെ കൃത്യമായ പരിഹാരം അവർക്ക് ലഭിക്കുന്നത് കൊണ്ട് അതൊന്നും പുറം ലോകം അറിയുന്നില്ലെന്ന് മാത്രം. അത് തന്നെയാണ് ഈ കമ്പനിയുടെ വിജയവും, കൃത്യമായ സർവീസ്. പക്ഷേ ഓർബിറ്റർ ഞാൻ ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. അതിന്റെ കുറഞ്ഞ മോട്ടോർ പവർ തന്നെയാണ് കാരണം. 1.8 കിലോവാട്ട് റേറ്റഡ് പവർ നൽകാൻ സാധിക്കുന്ന BLDC ഹബ് മോട്ടറാണ് ഓർബിറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ സ്ഥാനത്ത് iQubeൽ ഉപയോഗിച്ചിരിക്കുന്നത് 3 കിലോവാട്ട് റേറ്റഡ് പവർ നൽകാൻ സാധിക്കുന്ന BLDC ഹബ് മോട്ടറാണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. iQubeന്റെ അത്രയും മോട്ടോർ പവർ ഇവർ ശരിക്കും ഓർബിറ്ററിനും കൊടുത്തിരുന്നെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഓർബിറ്റർ വേറെ ലെവലായനെ. ഈ ഓർബിറ്റർ ഓടിച്ചു നോക്കിയ സമയത്ത് മോട്ടോർ പവർ കുറവായത് കൊണ്ട് 2 പ്രശ്നങ്ങൾ മാത്രമാണ് എനിക്ക് പേഴ്സണലി ബുദ്ധിമുട്ടായി തോന്നിയത്. ആദ്യത്തേത് ക്വിക്ക് ഓവർടേക്കിംഗ് ആണ്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നമുക്ക് കയറി പോകാൻ സാധിക്കുന്നില്ല. 2 ആള് വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ 2 പേര് വെച്ചിട്ട് ഒരു ഏവറേജ് കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ടും, കയറാൻ സാധിക്കില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, കയറാനുള്ള ബുദ്ധിമുട്ട്. പക്ഷെ നമ്മൾ ഒരാൾ മാത്രമാണ് ഈ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഈ വണ്ടി സൂപ്പറാണ്. സിറ്റിയിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഓർബിറ്റർ നിർമ്മിച്ചതെന്ന് കമ്പനി അവകാശപ്പെടുമ്പോൾ കയറ്റങ്ങൾ ഇല്ലാത്ത സിറ്റി എന്നുകൂടി അവര് കൂട്ടിച്ചേർക്കണമായിരുന്നു.
TVS എക്സും ഈയിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബജാജ് ചേതക്കാണ് ഓൾ ഇന്ത്യ സെയിൽസിൽ നിലവിൽ 2ാം സ്ഥാനത്തുള്ളത്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് ബജാജ് ചേതക് ഇലക്ട്രിക് ലോഞ്ച് ചെയ്ത സമയത്ത് 1 വർഷത്തോളം വണ്ടി ഉപയോഗിച്ച കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് പ്രകാരം ഞാൻ ഈ വണ്ടി എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തിരുന്നെങ്കിലും 2024 പ്രൊഡക്ഷൻ മോഡലുകൾ കാണുന്നതാണ് തോന്നുന്നത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആക്സിലറേറ്റർ കട്ടായി പോകുന്ന ഒരു കംപ്ലൈന്റ് ഒരുപാട് പേർക്കുണ്ടായിരുന്നു. വാർണിംഗ് ലൈറ്റ് കത്തി വണ്ടി നിന്ന് പോകാറുമുണ്ടായിരുന്നു. പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കസ്റ്റമേഴ്സ് പറഞ്ഞത്. അതിനെക്കുറിച്ചൊരു വീഡിയോയും ഈ ചാനലിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് വരെ ആരും ഈ വണ്ടി എടുക്കരുത് എന്നായിരുന്നു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓവർടേക്ക് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എത്ര ഡേഞ്ചർ ആണ് അല്ലെ. പിന്നീട് 2025 35 സീരീസിൽ ഇറങ്ങിയ പുതിയ പ്രൊഡക്ഷൻ മോഡലുകളിൽ ഈ പ്രശ്നം ഇവർ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇറങ്ങിയ മോഡലുകളിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നം ആരും റിപ്പോർട്ട് ചെയ്തതായി കേട്ടിട്ടില്ല. പക്ഷെ എന്തോ ഒരു പേടി കൊണ്ട് കുറെ മാസങ്ങൾ കാത്തിരുന്നതിന് ശേഷമാണ് ചേതക് ഈ വർഷം ഞാൻ വീണ്ടും ചിലർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ 35 സീരീസിൽ ഇറങ്ങുന്ന വണ്ടികൾ മാത്രം. ബജാജ് ചേതകിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അഫോർഡബിൾ മോഡലായ 2501 ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം TVS ഓർബിറ്ററിന്റെ അതേ റേറ്റഡ് പവർ തന്നെയാണ് ചേതക് 2501 ഉള്ളത്. 1.8 കിലോവാട്ട് BLDC ഹബ് മോട്ടോർ. ഇത്തരത്തിൽ മോട്ടോർ പവർ കുറഞ്ഞ വണ്ടികൾ വാങ്ങരുത് എന്നല്ല ഞാൻ പറയുന്നത്. വാങ്ങിച്ചാൽ പണി കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കുക. കാരണം ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 പേരെ വെച്ച് കയറ്റങ്ങളൊന്നും സാധാരണ കയറ്റി നോക്കാറില്ല അല്ലെ. അങ്ങനെ ആരും ചെയ്യാറില്ല. ഞാൻ ഈ പറയുന്നത് 2501 കാര്യമാണ് കേട്ടോ. ഈ വണ്ടി കയറ്റം കയറുമോ എന്ന് നമ്മൾ ഡീലർഷിപ്പിൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കയറ്റവും ഈ വണ്ടി കയറുമെന്ന് അവർ പറയുമെങ്കിലും ഒരാളെ വെച്ച് കയറുന്ന കാര്യമാണ് അവർ നിങ്ങളോട് പറയുന്നത്. 2 പേരെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചേതക് 35 സീരീസിൽ വരുന്ന വണ്ടികളുടെ റേറ്റഡ് പവർ 4 കിലോവാട്ട് ആണ്. ഇതൊരു സൈഡ് മൗണ്ടഡ് മോട്ടറാണ്. നല്ല പവർഫുള്ളുമാണ്. 2 പേരെ വെച്ച് ഏത് കയറ്റവും ഈസി ആയിട്ട് കയറുകയും ചെയ്യും. 100-ൽ കൂടുതൽ റേഞ്ചും ലഭിക്കും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് റേഞ്ചും ഫീച്ചേഴ്സും ഒക്കെ നോക്കിയെടുക്കാൻ 1-ൽ കൂടുതൽ വേരിയന്റുകളും ഇവർക്കുണ്ട്. സ്ട്രോങ് മെറ്റൽ ബോഡിയുമാണ്. പക്ഷെ ഇവരുടെ സർവീസിനെ പറ്റി മിക്സഡ് അഭിപ്രായങ്ങളാണ്. കുഴപ്പമൊന്നുമില്ലെന്നും മോശമാണെന്നും പല കസ്റ്റമേഴ്സും പറയുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ഓക്സിലറി ബാറ്ററി പെട്ടെന്ന് കേടായി പോകുന്നത് ഒരു കോമൺ കംപ്ലൈന്റ് ആണ്. ഒന്നാമത് ആ ബാറ്ററി ലിഥിയം അല്ല, അത് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. 18 മാസം മാത്രമാണ് ഈ ബാറ്ററിയുടെ വാറണ്ടി. അത് പക്ഷെ പലർക്കും അറിയില്ല. ബജാജിന്റെ 35 സീരീസിൽ ഇറങ്ങുന്ന വണ്ടികൾ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കളോടോ കുടുംബക്കാരോടോ ചേതക് എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അവരോട് അവിടുത്തെ സർവീസിനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ EV 2 വീലേഴ്സ് വിൽപ്പന നടത്തുന്ന കമ്പനികളിൽ ഏത്തർ 3ാം സ്ഥാനത്താണുള്ളത്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാറുള്ള വണ്ടികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത്തർ തന്നെയാണ്, നോ ഡൗട്ട്. ഇവർക്ക് നിലവിൽ 2 മോഡലുകളാണുള്ളത്, 450 സീരീസും റിസ്തയും. ഈ 450 എന്ന് പറയുന്നത് സ്പോർട്ടിയാണ് കേട്ടോ. അതേപോലെ തന്നെ റിസ്ത ഫാമിലി സ്കൂട്ടറുമാണ്. ഏത്തറിന് പൊതുവെ വില കൂടുതലാണെന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. മികച്ച റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഡിലേ ഇല്ലാത്ത നല്ല സർവീസ്, പാർട്സ് അവൈലബിലിറ്റി, പിന്നെ റിലയബിൾ ആണ്. ചുരുക്കി പറഞ്ഞാൽ 90% കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഏത്തറിന് നൽകാൻ സാധിക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ അവിടെ വണ്ടിയുടെ വില കൂടുതൽ അധികം ആരും നോക്കാറില്ല. കാരണം തലവേദന ഇല്ലല്ലോ. അതേപോലെ 100-ൽ കൂടുതൽ റേഞ്ച് ലഭിക്കുന്നുണ്ട്. കിടിലൻ മോട്ടോ പെർഫോമൻസ്, വളരെ മികച്ച സ്മാർട്ട് ഫീച്ചേഴ്സ്. അതേപോലെ 450 സീരീസിനും റിസ്തയ്ക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള റേഞ്ചിനനുസരിച്ച് പല വേരിയന്റുകളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഓൾ ഇന്ത്യ ഫാസ്റ്റ് ചാർജിംഗ് നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളതാണ്. കുറച്ചധികം ദൂരം പോകണമെന്ന് തോന്നിയാലും ഏത്തറെടുത്ത് നമുക്ക് ധൈര്യത്തിൽ പോകാം, എവിടെയും പെട്ടുപോകില്ല. ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ നിലവിലെ എന്റെ കയ്യിലുള്ള ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ഏത്തറും ഓലയുമാണ്. 1,00,000 കിലോമീറ്ററിനും 1,50,000 കിലോമീറ്ററിനും മുകളിൽ ഓടിയ കസ്റ്റമേഴ്സിനെ എനിക്കറിയാം. ഒന്നല്ല, ഒരുപാട് പേര്. എല്ലാവരും ഇപ്പോഴും ഹാപ്പിയാണ് എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇവരുടെയൊക്കെ വീഡിയോസ് ചാനലിൽ തന്നെയുണ്ട്. ചില വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഡെലിവറി ജോബ് ചെയ്യുന്നവരാണ്. ഇനിയിപ്പോ നമ്മൾ ഓലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് വലിയ പണി കൊടുത്തൊരു കമ്പനിയാണ് ഓല. അതിൽ സംശയമൊന്നുമില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വണ്ടി ഓടിക്കാൻ പോലും സാധിക്കാതെ EMI അടയ്ക്കുന്ന ഒരു വലിയ വിഭാഗം തന്നെയുണ്ട്. അതുപോലെ തന്നെ സർവീസ് ഒന്നും കിട്ടാത്തതിന്റെ പേരിൽ കേസുമായി മുന്നോട്ട് പോകുന്ന മറ്റൊരു വലിയ വിഭാഗം വേറെയും.
ഇത്രയും മോശം സർവീസ് നൽകുന്ന മറ്റൊരു കമ്പനിയെ നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. കമ്പനി തന്നെ നേരിട്ട് കാര്യങ്ങൾ ചെയ്യാതെ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഒരിക്കലും ഈ ഗതി വരില്ലായിരുന്നു. വിൽപ്പനയിൽ 1-ാം സ്ഥാനത്ത് ഒരുപാട് കാലം ഇരുന്നവരാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് 5-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇപ്പം കയറി വന്നതാണ്, 6-ാം സ്ഥാനത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു. നിലവിൽ ഹീറോ മോട്ടോകോർപ്പ് വിടയാണ് 4-ാം സ്ഥാനത്തുള്ളത്. പക്ഷേ ഓലയുടെ ജനറേഷൻ 1 എടുത്തവരിൽ പലരും ഹാപ്പി ആണെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോഴും. കാരണം ഓലയുടെ ജനറേഷൻ 1 വണ്ടികൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടായിരുന്നു, സസ്പെൻഷൻ ഒഴികെ. പക്ഷെ എല്ലാവർക്കും പുതിയ സസ്പെൻഷൻ കൊടുത്ത് അവര് സസ്പെൻഷൻ ഒടിയുന്ന ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കറിയാവുന്ന 1,00,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയവരെല്ലാം ജനറേഷൻ 1 ഉപയോഗിക്കുന്നവരാണ്. അതിനുശേഷം വണ്ടികളുടെ വില കുറയ്ക്കാൻ വേണ്ടി ക്വാളിറ്റിയിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്തതോടെ കംപ്ലൈന്റുകളും കൂടി സർവീസും കിട്ടാതെയായി. തിരിച്ചു വന്ന് മാർക്കറ്റ് പിടിക്കാനുള്ള ഒരു ശ്രമം നിലവിൽ ഓല നടത്തുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. കാരണം ഒരിക്കൽ ജനങ്ങൾക്ക് കമ്പനിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും പതുക്കെ ആണെങ്കിലും ഓലയുടെ സെയിൽസ് ഇപ്പം കൂടി വരുന്നുണ്ട്. നമ്മൾ ഓരോ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അത് വ്യക്തമാണ്. നിലവിലെ കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ല സർവീസ് നൽകി അവർക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ. എന്തായാലും അതുവരെ ഇനി ആരും ഓല എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. വിൽപ്പനയിൽ 4-ാം സ്ഥാനത്തുള്ള ഹീറോ മോട്ടോകോർപ്പ് വിട കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് വലിയൊരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. ഇവരുടെ ആദ്യത്തെ മോഡലായ വിട VX1 കംപ്ലൈന്റുകളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു. വണ്ടിയുടെ ക്വാളിറ്റി ഇഷ്യൂ കാരണം ഓട്ടത്തിനിടയിൽ വീലൊടിഞ്ഞ് മരണപ്പെട്ട സജീവേട്ടനെ ഹീറോ മോട്ടോകോർപ്പ് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. എന്തായാലും വിട VX1 പ്രൊഡക്ഷൻ അവർ നിർത്തി. ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പലതും അവർ പരിഹരിച്ച് വിട VX2 ലോഞ്ച് ചെയ്തതിന് ശേഷമാണ് വിൽപ്പനയിൽ വളരെ പിന്നിലുണ്ടായിരുന്ന വിട ഇപ്പോൾ 4-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത്. പുതിയ മോഡൽ വണ്ടി ഇറങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല, ഒരു വർഷമേ ആയിട്ടുള്ളൂ. iQube, ചേതക്, ഏഥർ പോലെ കുറെ വർഷം ഓടി തെളിയേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്കിത് ധൈര്യമായിട്ട് വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഏഥറിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഗ്രിഡ് എല്ലാം നമുക്ക് വിടയിലും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. കുറച്ചധികം ലോങ് ടേം റിവ്യൂ ചെയ്തതിനു ശേഷം കസ്റ്റമേഴ്സിന്റെ ഭാഗത്തുനിന്ന് മികച്ച അഭിപ്രായമാണെങ്കിൽ തീർച്ചയായും റെക്കമെൻഡബിൾ ആണ്. ഉയർന്നു വരുന്ന 2-3 കമ്പനികളുണ്ട്: അൾട്രാവയലറ്റ്, റിവർ മൊബിലിറ്റി, സിമ്പിൾ എനർജീസ്. അൾട്രാവയലറ്റ് തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിലല്ല അവരുടെ ബൈക്കുകൾ ഇറക്കുന്നത്. പക്ഷെ ടെസറാക്ട് എന്ന അവരുടെ മാക്സി സ്കൂട്ടർ അവരുടെ നയതന്ത്രപരമായ പരസ്യം കാരണം ഒരുപാട് ബുക്കിംഗ്സ് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കമ്പനി പോലും പ്രതീക്ഷിക്കാത്ത അത്രയും ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനും ഡിലേ ആയി. അൾട്രാ വയലറ്റ് നിലവിൽ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. ഇന്റർനാഷണൽ ക്വാളിറ്റിയോട് കൂടിയാണ് വണ്ടി ഇറക്കുന്നതെങ്കിലും സർവീസ് സെന്ററുകൾ ഇവർക്ക് വളരെ കുറവാണ്. ഇവരൊരു സ്റ്റാർട്ടപ്പ് ആണെന്ന് മാത്രമല്ല, ഇവരുടെ വണ്ടികളിലെല്ലാം ഒരുപാട് സ്മാർട്ട് ഫീച്ചേഴ്സുകളാണ് കുത്തി നിറച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ടായാൽ നമ്മുടെ പരിധിയിൽ ഒരു സർവീസ് സെന്റർ അത്യാവശ്യമാണ്. ഭാവിയിൽ ഇവർക്ക് എല്ലായിടങ്ങളിലും സർവീസ് സെന്റർ വരുമായിരിക്കും. അതുവരെ കാത്തിരിക്കുന്നതാവും ബുദ്ധി. റിവർ മൊബിലിറ്റിയോട് ജനങ്ങൾക്ക് കുറച്ചധികം വിശ്വാസം വന്നിട്ടുണ്ടാവുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഒന്നും കാണാതെ യമഹ പോലുള്ള ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടില്ല എന്ന് നമുക്കറിയാം. റിവർ ഇന്ത്യയുടെ ജനറേഷൻ 1 വണ്ടികൾക്ക് ഒരു സ്റ്റാർട്ടപ്പിന്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ജനറേഷൻ 2-ലും ഏറ്റവും പുതിയ ജനറേഷൻ 3-ലുമായി ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും അവർ പരിഹരിച്ചിട്ടുമുണ്ട്. പിന്നെ ഇതിന്റെ ബൾക്കി ഷേപ്പും ഡിസൈനും എല്ലാവർക്കും സ്യൂട്ട് ആവാത്തത് കൊണ്ടും ഷോറൂമുകൾ എല്ലായിടത്തും ഇല്ലാത്തത് കൊണ്ടും മുൻ നിരയിലേക്ക് വരാൻ ഇനിയും ഒരുപാട് സമയമെടുത്തേക്കാം. ഒരു ഫുൾ ചാർജിൽ 100-ൽ കൂടുതൽ റേഞ്ച് ലഭിക്കും. നല്ല പവർഫുൾ മോട്ടറാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയും ഉണ്ട്. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത, ഒരുപാട് സാധനങ്ങൾ ഈ വണ്ടിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. സ്റ്റോറേജ് സ്പേസ് കിങ് ആണ്. അതുകൊണ്ട് അത്തരം ആവശ്യങ്ങളെല്ലാം നിർബന്ധമുള്ളവർക്ക് ഈ വണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ ഈ റിവർ ഇന്ത്യയുടെ അതേ ഷാസിയിൽ തന്നെ ഇറങ്ങുന്ന മറ്റൊരു വണ്ടിയാണ് യമഹ EC06. വണ്ടി ഈ ഇടെയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ വണ്ടി അധികം ആരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുമില്ല. ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് എത്തട്ടെ, ഒരുപാട് ഓടട്ടെ, എന്നിട്ട് വേണം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ. പറ്റിയാൽ ഈ വണ്ടി ഒന്ന് ഉടനെ തന്നെ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. സിമ്പിൾ എനർജീസ് ഭാവിയിൽ മുൻപന്തിയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ്. 160-ൽ കൂടുതൽ റേഞ്ച് ലഭിക്കും. പവർഫുൾ മോട്ടോറാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി. പക്ഷെ തീർച്ചയായിട്ടും ഇവരുടെ ആപ്പിൽ ഇവർ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ബോൾട്ട് എർത്തുമായിട്ടുള്ള ടൈപ്പിൽ ഫാസ്റ്റ് ചാർജസ് ഇൻസ്റ്റലേഷന് തുടക്കമായിട്ടുണ്ട്.
ഒരു ഫാമിലി സ്കൂട്ടർ ഈ വർഷം ഇറങ്ങുന്നുമുണ്ട്. ഇതെല്ലാം കൃത്യമായി വരികയും മികച്ച സർവീസ് കൊടുക്കുന്നത് തുടരുകയും ചെയ്യാൻ സാധിച്ചാൽ മികച്ചൊരു ബ്രാൻഡായി മാറാൻ സിമ്പിൾ എനർജീസിന് കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. 250 കിലോമീറ്ററിലും കൂടുതൽ റേഞ്ച് ലഭിക്കുന്ന അൾട്ര എന്നൊരു മോഡലും ഈയിടെ ഇവര് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റേഞ്ച് കൂടുതൽ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഞാൻ സിമ്പിൾ വൺ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈ ഡെലിവറി ബോയ്സ് ആണ് ഇത്തരത്തിൽ റേഞ്ച് കൂടിയ വണ്ടികൾക്ക് വേണ്ടി നിർബന്ധം പിടിക്കാറുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഈ കമ്പനികളുടെയൊക്കെ ഒന്നിൽ കൂടുതൽ കസ്റ്റമേഴ്സിന്റെ ലോങ് ടേം റിവ്യൂസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഗ്രീവ്സിന്റെ ഇലക്ട്രിക് ടൂ വീലറുകൾ കേരളത്തിൽ ഉപയോഗിക്കുന്നവർ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പണ്ടത്തെ മാഗ്നസിന് ശേഷം ഇവിടെ ഇവര് ക്ലച്ച് പിടിച്ചിട്ടില്ല. പക്ഷെ ഓൾ ഇന്ത്യ സെയിൽസിൽ ഇവർ 6ാം സ്ഥാനത്തുമുണ്ട്. അതെല്ലാം കൂടുതലും കേരളത്തിന് പുറത്തുള്ള സെയിൽസ് ആണ്. ഗ്രീവ്സ് കൃത്യമായ സർവീസ് നൽകുന്നില്ല എന്ന പരാതി ഒരുപാട് കസ്റ്റമേഴ്സിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിൽ ചിലയിടങ്ങളിൽ സെയിൽസ് നടക്കാത്ത കാരണം ഇവരുടെ ഷോറൂമുകൾ പൂട്ടിപ്പോയിട്ടുമുണ്ട്. കൂടാതെ സ്പെയർ പാർട്സുകൾക്ക് ഇവർ ഭയങ്കര കൂടുതൽ റേറ്റ് ആണ് മേടിക്കുന്നതെന്നും പരാതിയുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കമ്പനി നിൽക്കുന്ന സമയത്ത് എന്ത് ധൈര്യത്തിലാണ് ഇവരുടെ വണ്ടികൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുക, അല്ലെ? കൃത്യമായ സർവീസ് നൽകുന്നത് കൊണ്ട് ബിഗോസിന്റെ വണ്ടികളുടെ കാര്യത്തിൽ കസ്റ്റമേഴ്സ് ഹാപ്പി ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവരുടെ പഴയ മോഡൽ വണ്ടികളിൽ മോട്ടോർ പവർ കുറവായതുകൊണ്ട് 2 പേരെ വെച്ച് കയറ്റം വലിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് കസ്റ്റമേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ പുതിയ മോഡൽ വണ്ടികളിൽ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കറിയാം കംപ്ലൈന്റ് ഇല്ലാത്ത വണ്ടികളില്ല, അല്ലെ? കൃത്യമായ സർവീസ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടാ? സത്യം പറഞ്ഞാൽ ഓപ്പൺ റോർ എന്ന ഇലക്ട്രിക് ബൈക്കിനെ കുറിച്ച് അധികം ആരും കംപ്ലൈന്റ് പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല. വിലയും താരതമ്യേന ബൈക്ക് കാറ്റഗറിയിൽ കുറവാണ്. എന്നിട്ടും ഇവർക്ക് അധികം സെയിൽസ് നടക്കാതെ പോകുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു വണ്ടിയെ കുറിച്ച് അധികം ആരും അറിയാത്തത് കൊണ്ടും ഷോറൂമുകൾ കുറവായതുകൊണ്ടുമാവാം. ഇവർക്ക് പരസ്യം കുറവാണെന്ന് തോന്നുന്നു, അല്ലെ? ഇത്തരത്തിലുള്ള വണ്ടികൾ കൂടുതൽ ആളുകൾ ഉപയോഗിച്ചു തുടങ്ങിയാലേ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായം നമുക്കും അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ഓപ്പൺ റോറിന് എത്താൻ സാധിക്കട്ടെ. റിവോൾട്ട് മോട്ടോഴ്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തതിന്റെ കാരണം ആ വണ്ടികളുടെ മോശം ക്വാളിറ്റിയെ കുറിച്ചും കൃത്യമായ സർവീസ് ലഭിക്കാത്തതിനെയും കുറിച്ച് കൂടുതൽ കസ്റ്റമേഴ്സ് എന്നോട് നേരിട്ട് പറഞ്ഞതുകൊണ്ടും ഇവരുടെ ഗ്രൂപ്പുകളിൽ കയറിയപ്പോൾ കംപ്ലൈന്റുകളുടെ ഒരു കൂമ്പാരം തന്നെ കണ്ടതുകൊണ്ടുമാണ്. വളരെ മോശം ക്വാളിറ്റിയുള്ള ചൈനീസ് പാർട്സുകൾ അസംബിൾ ചെയ്ത് പല പല സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് പല പല ബ്രാൻഡുകൾ വിൽപ്പന നടത്തുന്ന ഒരുപാട് കമ്പനികൾ ഇപ്പോഴും കേരളത്തിൽ വിൽപ്പന നടത്തുന്നുണ്ട്. കൊമാക്കി പോലെയുള്ള ഉടായ്പ കമ്പനികൾ വീണ്ടും തലപ്പൊക്കി തുടങ്ങിയിട്ടുമുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം സംസാരിച്ച ബ്രാൻഡഡ് കമ്പനികളെ കുറിച്ച് കോമൺ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് കമ്പനി നന്നായിട്ട് കാര്യമില്ല, ഏജൻസിയിലെ ജോലിക്കാരുടെ കസ്റ്റമേഴ്സിനോടുള്ള മനോഭാവം ശരിയല്ലെങ്കിൽ തീർച്ചയായും അത് കമ്പനിയെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില കമ്പനികളുടെ, അതായത് കോഴിക്കോടിലെയും കണ്ണൂരിലെയും ഒക്കെ ഏജൻസിയിലെ സർവീസ് മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അതേ കമ്പനിയുടെ തന്നെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ഏജൻസിയിലെ സർവീസ് നല്ലതാണെന്നും കേട്ടിട്ടുണ്ട്. അതുപോലെ മറ്റ് ചില കമ്പനികൾക്ക് നേരെ തിരിച്ചും തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും സർവീസ് നല്ലതാണെങ്കിൽ അതേ കമ്പനിയുടെ കോഴിക്കോടിലെ സർവീസ് അല്ലെങ്കിൽ കണ്ണൂരിലെ സർവീസ് മോശമായിരിക്കും. ഇത്തരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ സത്യത്തിൽ നമ്മൾ കമ്പനിയെ കുറ്റപ്പെടുത്താറുണ്ട്. ശരിക്കും കുറെയൊക്കെ ഇതിൽ ഏജൻസിയുടെ ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നമായി വരുന്നത്. എന്തായാലും ഒരു കാര്യമേ പറയാനുള്ളൂ, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളൊരു വണ്ടി എടുക്കുക.